ഹിന്ദിയിൽ പറയുന്ന തെറ്റും ശരിയും എന്ന വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്തിനാ പറയുന്നത്? ഇവിടെ ആരും തനിച്ചല്ല. ആവശ്യം നിറവേറ്റാൻ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ സഹായം തേടുന്നു, അതുപോലെ സഹായം നൽകുകയും ചെയ്യുന്നു. അതിനായി നാം വാക്കുകൾ ഉപയോഗിക്കുന്നു. ആരോ കമന്റിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം കൂടി ഈ വീഡിയോയിലുണ്ട്. നമ്മുടെ മനസ്സിലുള്ളത് വാക്കുകളാൽ പുറത്തു വരുന്നു. വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഭാഷയ്ക്ക് അതിൻ്റെതായ ഒരു ഘടനയും നിയമവുമൊക്കെ ഉണ്ട്. എന്നാൽ പലപ്പോഴും പലരും നിയമം പാലിക്കുന്നില്ല. സംസാരത്തിന്റെ ഉദ്ദേശം കൊടുക്ക വാങ്ങലുകൾ നടത്തുക, കാര്യങ്ങൾ ചോദിച്ചറിയുക, അറിയുന്ന കാര്യങ്ങൾ പറയുക, ഇതൊക്കെയാണ്. ഇതിൽ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടെങ്കിലും സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, അലങ്കാരങ്ങളും മാറിയെന്ന് വരാം. പറയുന്ന ആളിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുകയാണ് പ്രധാനമായിട്ടും കേൾക്കുന്നയാൾ ചെയ്യുന്നത്. ആശയവിനിമയത്തിനാണ് സംസാരത്തിൽ പ്രാധാന്യം. അപ്പോൾ വാക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും അലങ്കാരങ്ങളിൽ അല്പം വ്യത്യാസമുണ്ടായാലും സന്ദേശം ലഭിക്കുന്നു. ഭാഷ തെറ്റിച്ച് സംസാരിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം മാതൃഭാഷയിലുള്ള ഇൻഫ്ലുവൻസ് ആണ്. ചെറുപ്പം മുതൽ കേട്ടു വളർന്ന ഭാഷ. എഴുത്തു ഭാഷയ്ക്ക് അതിൻ്റെതായ നിയമങ്ങൾ ഉണ്ട്. അത് പാലിക്കുന്നവരുമുണ്ട്, അത് പാലിച്ച് സംസാരിക്കുന്നവരുമുണ്ട്. മറ്റു ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിലായിരിക്കുമ്പോൾ ആ സംസാരിക്കുന്നവരിൽ പലരും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരായിരിക്കാം. അവർ കേട്ട് പഠിച്ചതനുസരിച്ചായിരിക്കാം സന്ദേശം നൽകാനായിട്ട് പറയുന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ച് നാം സംസാരിക്കുമ്പോൾ നാമും ആ ഭാഷയുടെ നിയമത്തെ വേണ്ട വിധത്തിൽ പാലിക്കാതെ പോകുന്നു. സത്യത്തിൽ ഹിന്ദി സംസാരിക്കുന്നവരിൽ പലരും ശുദ്ധമായ ഹിന്ദി അല്ല സംസാരിക്കുന്നത്, മിക്സ് ആണ്. നമ്മൾ ശ്രമിക്കുന്നത് ഏറ്റവും ഉചിതമായ രീതിയിൽ വലിയ തെറ്റുകളൊന്നും വരുത്താത്ത വിധത്തിൽ ഹിന്ദി സംസാരിക്കുവാൻ ഇടയായിത്തീരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന, കൂടുതൽ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നാം തുടരുന്നത്, ഒരു മെച്ചമായ രീതി. ഒരു ഉദാഹരണത്തിന്, ഞാൻ ഒരാളെ നോക്കിക്കൊണ്ട് ഇതർ ആവോ എന്ന് പറയുന്നതും ആവോ ഇതർ എന്ന് പറയുന്നതും കേൾക്കുന്നയാളിന് ഒരേ മെസ്സേജാണ് നൽകുന്നത്. വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും സന്ദേശം അവർക്ക്, കേൾക്കുന്നവർക്ക് ലഭിക്കുന്നു. എന്നാൽ ഇതുപോലെയല്ല റിട്ടൺ ലാംഗ്വേജിൽ, എഴുത്തിൽ വളരെ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ ഭാഷ സംസാരിക്കുന്നവരിൽ അധികം പേരും നിയമം തെറ്റിച്ചാണ് സംസാരിക്കുന്നത്. ആരോ കമന്റിലൂടെ ചോദിച്ചിരുന്നു, ഉസ്സെ ബോലോ ഉസ്കോ ബോലോ. ഇത് വലിയ വ്യത്യാസമുണ്ടോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. ഉസ്കോ എന്ന് പറഞ്ഞാൽ അവന്, ഉസ്സെ എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് എന്നൊക്കെയാണ് സാധാരണയായി ഉള്ള അർത്ഥം. ആൾക്കാർ പലരും ഇത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ഉസ്കോയും ഉസ്സേയും പറയുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ഈ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം? കോ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ന് അല്ലെങ്കിൽ നോട് എന്ന ഒരു ഉച്ചാരണമാണ്. അവന് അല്ലെങ്കിൽ അവനോട്. ഉസ്കോ ബോലോ, അവനോട് പറ. സേ എന്നാലോ ഉസ്സെ, അവനിൽ നിന്ന്. ഉസ്സെ ബോലോ എന്നല്ല, ഉസ്സെ സുനോ എന്നാണ് പറയേണ്ടത്. അപ്പോൾ കോ കേൾക്കാൻ വേണ്ടിയാണെങ്കിൽ സേ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഉൻകോ ബോലോ, അവരോട് പറയൂ. ഉൻസേ സുനോ, അവരിൽ നിന്ന് കേൾക്കൂ. അപ്പോൾ സംസാരത്തിന്റെ പ്രധാന ഉദ്ദേശം കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നതാണെങ്കിലും ഭാഷ ശരിക്കും അറിയാവുന്നവര് നിയമത്തിൽ വലിയ തെറ്റുകൾ വരുത്താതെ തന്നെ ആശയവിനിമയം നടത്തുന്നു, ആശയവിനിമയം നടത്താൻ ശ്രദ്ധിക്കുന്നു. ഏതാണ് കൂടുതൽ നല്ലത്?